നമസ്കാരം. ചില യാദൃച്ഛികതകൾ നമ്മുടെ ഉള്ളിൽ വലിയ കൗതുകം ഉണ്ടാക്കും, നമ്മുടെ കണ്ണ് വല്ലാതെ തുറപ്പിക്കും, നമ്മുടെ ഉള്ളു വല്ലാതെ കുളിർപ്പിക്കും. അത്തരത്തിലൊരു യാദൃച്ഛികത ഈ ആഴ്ച കോഴിക്കോട്ട് സംഭവിക്കുകയുണ്ടായി. കോഴിക്കോട്ട് കോൺഗ്രസിൻ്റെ DCC ഓഫീസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട്ടെ ആസ്ഥാന കാര്യാലയത്തിന് പുതിയ മന്ദിരം പണിതപ്പോൾ എന്തുകൊണ്ടോ സാധാരണ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് പോലെ ഒരു മഹാസമ്മേളനത്തിൻ്റെ ആരവത്തിൽ അത് ഒടുങ്ങിയില്ല. കെ പ്രവീൺ കുമാർ എന്നൊരാൾ DCC പ്രസിഡൻ്റായി വന്നതിൻ്റെ മാറ്റമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അക്ഷരനഗരിയാണ് കോഴിക്കോട്ട്. ഇവിടെ നിരന്തരമായ സാംസ്കാരിക ഉത്സവങ്ങളുടെ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ഒക്കെ ഒരു വലിയ ഉത്സവത്തിൻ്റെ, എല്ലാ സംഗീതത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ഒക്കെ വലിയ ഉത്സവങ്ങൾ നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഒരു നാടാണ് കോഴിക്കോട്. അതുകൊണ്ട് കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകൈ എടുത്ത് വലിയ ഒരു ബൗദ്ധികമായ ഉത്സവം തന്നെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പരിപാടികൾ, സെമിനാറുകൾ, ചർച്ചകൾ, ദേശീയ പ്രശസ്തരായ നേതാക്കന്മാർ, വളരെ ബൗദ്ധികമായ സംവാദങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിന് ചേർന്ന ഒരു ഓഫീസ് ഉദ്ഘാടന പരിപാടിയായി, ഇങ്ങനെ ആഴ്ചകളോളം നീണ്ട പരിപാടിയാക്കിയത് മാറ്റി. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഈ ആസ്ഥാന മന്ദിരം ഒരു പ്രകടനം, പൊതുസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ വഴിമുടക്കുകയും ആളുകളെ ഞെട്ടിക്കുകയും ചെയ്യുന്ന ഒരു സമ്മേളനത്തോടെ അവസാനിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച കോൺഗ്രസിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഔപചാരികത, ഒരു യാദൃച്ഛികത സംഭവിച്ചിരിക്കുന്നു. ആ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിനിടയിലാണ് ഒരു ലഹരി വിരുദ്ധ, ഒരു മയക്കുമരുന്ന് വിരുദ്ധ റാലി കോഴിക്കോട്ട് നടന്നത്. ബീച്ചിലായിരുന്നു അത്, വലിയ പങ്കാളിത്തത്തോടെ. ഏറ്റവും കാലികമായ ഒരു അപ്ഡേറ്റ്, ഏറ്റവും കാലികമായ കേരളത്തിൻ്റെ ഒരു വലിയ തലവേദന, വലിയ ആകാംക്ഷ, കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠ, അതൊക്കെ പങ്കിട്ടൊരു വലിയ പരിപാടിയായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് രമേശ് ചെന്നിത്തല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ രാജ്യത്തെ തലമുതിർന്ന നേതാക്കളൊക്കെ ഈ പരിപാടികളിൽ, കോഴിക്കോട്ടെ പരിപാടികളിൽ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ മുഖം കാണിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതമായൊരു വലിയ ഭാവം കൂടി, ഒരു മുഖം കൂടി ആ പരിപാടികൾക്ക് കണ്ടു. അതിൽ ഈ ലഹരി വിരുദ്ധ, മയക്കുമരുന്ന് വിരുദ്ധ ആൻറ്റി ഡ്രഗ് റാലിയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി പങ്കെടുത്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവാനുള്ള ഒന്നാമത്തെ പരിഗണനയിൽ നമ്മളൊക്കെ തീർച്ചയായിട്ടും കണക്കാക്കിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല വളരെ ബൗദ്ധികമായ നിലവാരത്തിൽ തീർച്ചയായിട്ടും ആ സംവാദത്തിൽ ഇടപെടുകയുണ്ടായി. രമേശ് ചെന്നിത്തല ഈ ആൻറ്റി ഡ്രഗ് റാലി ഉദ്ഘാടനത്തിന് വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കുമ്പോൾ കൗതുകം നിറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് സാധാരണ രീതിയിൽ രമേശ് അത്തരം ചരിത്രപരമായ കാര്യങ്ങളിലേക്ക്, ബൗദ്ധികമായ വ്യായാമങ്ങളിലേക്കൊന്നും കടക്കാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് വേണ്ടി വന്ന ഒരു സംവാദത്തിൽ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, EMS ആണ് ചരിത്രത്തിൽ ഇടപെടൽ തുടങ്ങിയത്. ഈ ചരിത്രത്തിൽ ഇങ്ങനെ സംഘപരിവാറിൻ്റെ ഇടപെടലിനെ കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചരിത്രത്തിൽ സംഘപരിവാറിൻ്റെ ഇടപെടൽ പോലെ തന്നെ പ്രധാനമാണല്ലോ ചരിത്രത്തിലെ മാർസിയൻ ഇടപെടലും. അങ്ങനെ ഇടപെടലും ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരത്തിൽ ചരിത്രത്തെ മാർസിയൻ വ്യാഖ്യാനം എന്ന പേരിൽ മാർസിസ്റ്റ് വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുന്നതും ഹിന്ദുത്വ വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുന്നതും, ഏത് തരത്തിൽ വർഗീയമായ, അപ്പോൾ ഇസ്ലാമിക വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുക, ക്രിസ്ത്യൻ വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുക, എങ്ങനെയും ചരിത്രത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് കേരളത്തിൽ അതിന് തുടക്കം കുറിച്ച ഒരാൾ EMS അല്ലേ, അല്ലെങ്കിൽ EMS അല്ലേ ആ കുറ്റത്തിൽ തീർച്ചയായും EMSന് മാറി നിൽക്കാൻ കഴിയുമോ? EMS കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അല്ലേ സംഘപരിവാർ ചരിത്രത്തിൽ ഇടപെടുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഈ സമയത്ത് EMSനെ ഓർമ്മിച്ചു ചെന്നിത്തല. EMSനെ ഓർമ്മിച്ച് ചെന്നിത്തല കോഴിക്കോട്ട് നിന്ന് പോയത് ഇന്നലെയാണ്. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, പ്രധാനപ്പെട്ടൊരു വാർത്ത, അതാണ് യാദൃച്ഛികത എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും ദുഃഖകരമായ, മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു മനുഷ്യൻ്റെ വിയോഗം, അത് MGSൻ്റെ മരണമാണ്. കോഴിക്കോട്ടെ സാംസ്കാരിക ജീവിതത്തിൽ എന്നും സജീവമായി നിന്ന ഒരാൾ, ഇന്ത്യൻ ഹിസ്റ്റോറിക് കൗൺസിലിൻ്റെ തലപ്പത്തോട്ട് ദേശീയ തലത്തിലും കേരളത്തിലും ഒക്കെ തന്നെ ചരിത്ര കുതൂകികൾക്ക് എന്നും വിസ്മയം പകർന്ന ഒരാൾ, സ്വന്തമായ ആലോചനകളും സ്വന്തമായ നിരീക്ഷണങ്ങളും സ്വന്തം പഠനങ്ങളുമായി എക്കാലത്തും ചരിത്രത്തെ നവീകരിക്കുന്നതിൽ, ചരിത്രത്തിൻ്റെ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഹിസ്റ്ററിയോഗ്രാഫിയെ നവീകരിച്ചു കൊണ്ടുവരികയും വസ്തുതകളിലേക്ക് എന്നുവെച്ചാൽ ധാരണകളിൽ നിന്ന്, നിഗമനങ്ങളിൽ നിന്ന് വസ്തുതകളിലേക്ക്, സത്യത്തിലേക്ക് ചരിത്രത്തെ അടുപ്പിക്കുകയും ചെയ്തൊരു വലിയ മനുഷ്യനാണ് MGSൻ്റെ ഒരു ചരമക്കുറിപ്പായി വേണമെങ്കിൽ ഈ ഓർമ്മ അവസാനിപ്പിക്കാമായിരുന്നു. എനിക്ക് തോന്നിയത് ഈ 3 ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ, രമേശ് ചെന്നിത്തല ഗാന്ധിയെ ഓർമ്മിപ്പിക്കുമ്പോൾ,
അതിൻ്റെ തുടർന്ന് ഞാൻ കേൾക്കുന്ന വാർത്ത MGSൻ്റെ മരണമായതുകൊണ്ട് ഞാനൊരു യാദൃച്ഛികത കൂടി ചേർത്ത് പറയട്ടെ. ഒരു പക്ഷേ EMS നമ്പൂതിരിപ്പാടിനെ നിശിതമായി വിമർശിച്ച രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം കേട്ട കോഴിക്കോട്ട് പിറ്റേന്ന് കേൾക്കുന്നത് MGSൻ്റെ മരണവാർത്തയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചരിത്ര വിദ്യാർത്ഥികൾ ഒരു പ്രസ്താവന കൂടി ചേർത്ത് പറയും. ചരിത്രത്തിൽ EMSനെ നിശിതമായി നേരിട്ട ഏറ്റവും ശക്തനായ ചരിത്രകാരൻ തീർച്ചയായിട്ടും MGS ആണ്. MGS EMSനെ വളരെ രൂക്ഷമായിട്ടാണ് ആക്രമിച്ചത്. എന്നാൽ വളരെ സൗമ്യമായിട്ടാണ്, എന്നാൽ വളരെ വസ്തുതാപരമായിട്ടാണ്. അത്ഭുതകരമായൊരു കാര്യം, EMSനെ പോലെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പരമാചാര്യനായിരുന്ന ഒരു ബൗദ്ധിക പ്രമുഖൻ, തീർച്ചയായിട്ടും താത്വികാചാര്യനായിരുന്നു, പാർട്ടിയുടെ മാസ് ലീഡറായിരുന്നു, ഏഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു EMS. ആ EMSനെ MGS നാരായണനെ പോലൊരു ചരിത്രകാരൻ, ഡോക്ടർ MGS നാരായണനെ പോലൊരു ചരിത്രകാരൻ അതിനിശിതമായി വിമർശിച്ചിട്ടും MGSന് ആരും കൊള്ളാവുന്ന തരത്തിൽ മറുപടി പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് MGSൻ്റെ ഒരു വിജയം. തീർച്ചയായിട്ടും EMSൻ്റെ പരാജയം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. EMSൻ്റെ പരിമിതികൾ, തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും മഹത്വമുള്ളതുപോലെ പരിമിതികളുണ്ട്. EMSനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് MGS ഉന്നയിച്ചത്. MGS മരിച്ചു കിടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അവസാന കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് അദ്ദേഹം കേരളത്തിലെ ചരിത്ര മണ്ഡലത്തിന്, ചരിത്ര ചിന്തകൾക്ക് എന്ത് സമ്മാനിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആദരവ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് MGS ചോദിച്ച രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും അങ്ങനെ. MGS ചോദിച്ചത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം 48-ൽ EMS നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തെക്കുറിച്ച്. പിന്നീട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 100 വോള്യമാണ് EMSൻ്റെ ഗ്രന്ഥങ്ങളുള്ളത്. ആ പുസ്തകങ്ങളൊന്നും പൊട്ടയല്ല, എല്ലാം കണ്ടൻ്റ് ഉള്ളതാണ്, എല്ലാം മനുഷ്യനെ മലയാളിയെ ചിന്തിപ്പിക്കുന്നതുമാണ്. പക്ഷേ നിലപാടുകളിൽ അദ്ദേഹത്തോട് ഒരുപാട് പേര് വിയോജിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ആ പുസ്തകത്തെക്കുറിച്ച്, ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തെക്കുറിച്ച് പിൽക്കാലത്ത് ഉയർന്ന ഒരു വലിയ ചോദ്യമാണ്, കേരളത്തെ കേരളമാക്കി തീർത്ത നവോത്ഥാന മുന്നേറ്റങ്ങളുടെയൊക്കെ ചലനങ്ങളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ 48-ൽ എഴുതുമ്പോൾ പോലും അങ്ങ് എന്തുകൊണ്ടാണ് അയ്യങ്കാളിയെ കാണാതിരുന്നത്? ദളിത് നവോത്ഥാനത്തെ കണ്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങ് മുസ്ലിം നവോത്ഥാനത്തെ കാണാത്തത്? ഈ അധസ്ഥിതരായ പാർശ്വവൽകൃത ജനതയെ അങ്ങും അവഗണിച്ചു കളഞ്ഞുവോ എന്ന ചോദ്യം അദ്ദേഹം നേരിട്ടു. അദ്ദേഹം പക്ഷേ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു മക്കളെ, 48-ൽ ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പിന്നീട് ഞാനത് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. MGSൻ്റെ ആരോപണം, MGSൻ്റെ വിമർശനം അതുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം ചരിത്ര പുസ്തകമേ അല്ല, അതിനെ ഒരു ചരിത്ര പുസ്തകമായി കാണുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ അബദ്ധം. അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ നിരീക്ഷണങ്ങൾ, ഓർമ്മകൾ എന്നൊക്കെ പറയാം. അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററിയോഗ്രാഫിയുടെ ചില ശാസ്ത്രമുണ്ട്. തീർച്ചയായിട്ടും ഒരു ചരിത്ര വസ്തുതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മട്ടിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ചരിത്രത്തിൻ്റെ പിൻബലവും തെളിവും രേഖകളും പ്രമാണങ്ങളും നിരത്തിക്കൊണ്ട് വേണം. അതൊന്നും നിരത്താൻ EMSന് കഴിഞ്ഞിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ നേതാവിൻ്റെ നിരീക്ഷണങ്ങൾ എന്ന നിലയിൽ കാണാനേ ഉള്ളൂ. ഞാൻ അതിനെ ഒരു ചരിത്ര ഗ്രന്ഥമായി പരിഗണിക്കുന്നേ ഇല്ല എന്ന് MGS പറഞ്ഞു. തീർച്ചയായിട്ടും MGSന് അത് പറയാൻ അർഹതയുള്ളതുകൊണ്ട് മലയാളി അത് കേട്ടു, ലോകം മുഴുവൻ അത് കേട്ടു, ലോകം അത് സ്വീകരിച്ചു. അതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, EMSൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ നിദാനമായി നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയ സ്വത്ത് മുഴുവനും, ജന്മാവകാശമായി കിട്ടിയ സ്വത്ത് മുഴുവനും വിറ്റിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാർട്ടി പത്രത്തിനും ദാനം ചെയ്തു എന്ന ഒരു കഥ, ഒരു മിത്ത് പോലെ അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. അത് ഒരു മുദ്രാവാക്യമായി പാർട്ടി സാഹിത്യത്തിലൊക്കെ അങ്ങനെ എഴുതി പോകുന്നുമുണ്ട്. പക്ഷേ MGS അതിനെ വെല്ലുവിളിച്ചു. EMS നമ്പൂതിരിപ്പാട് ഏതെങ്കിലും ഭൂമി വിറ്റിട്ട് പാർട്ടിക്ക് കൊടുത്തതിൻ്റെ ഒരു തെളിവ് ഹാജരാക്കാൻ സാധിക്കുമോ? EMS നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തീർച്ചയായിട്ടും രാജ്യസ്നേഹിയായ ഒരാൾക്ക്, പാർട്ടി സ്നേഹിയായ ഒരാൾക്ക് കുടുംബസ്നേഹിയായിക്കൂടാ എന്നൊന്നുമില്ല. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു എന്നും MGS ആരോപിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും MGS ഈ ആരോപണവും കാര്യമായി ആരും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അല്ല, ഇന്ന സ്വത്ത് വിറ്റിട്ടുണ്ട്, ഇന്ന ആധാരം പ്രകാരം വിറ്റു, ഇത്ര സ്വത്ത്, ഇത്ര പണം കിട്ടി, ഇത്ര പണം ഇന്ന രസീതി പ്രകാരം പാർട്ടിക്ക് കൊടുത്തു എന്നതിൻ്റെ ഒന്നും കണക്കാരും ഹാജരാക്കിയും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ MGS പറഞ്ഞതിനെ മൗനം കൊണ്ടെങ്കിലും സമ്മതിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPIMൻ്റെയും ബൗദ്ധിക നേതൃത്വം ചെയ്തിട്ടുള്ളത് എന്നുകൂടി പറയേണ്ടി വരും. ഞാനിത് ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ EMS വിമർശനത്തിനെ കൂട്ടുപിടിക്കാനല്ല, തീർച്ചയായിട്ടും EMS വിമർശനത്തെ, EMSന് നേരെ നടന്ന വിമർശനങ്ങളെ MGSൻ്റെ മരണത്തോടെ
രമേശ് ചെന്നിത്തലയും MGS ചേർന്ന് EMS വിമർശനത്തിൻ്റെ രണ്ട് തലക്കൽ നിന്ന് രണ്ട് കാലത്ത് രണ്ട് തലങ്ങളിൽ ഒരേ വിമർശനങ്ങൾ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നും അത്തരം വിമർശനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ സംവാദങ്ങളായിട്ട് ഉയരട്ടെ. നമ്മുടെ കുട്ടികൾ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പുതിയ പഠനങ്ങളിലേക്ക് അവരെ നയിക്കാൻ ഇത്തരം സംവാദങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിക്കാനാണ് തീർച്ചയായിട്ടും MGSന് അതുല്യനായ ചരിത്ര പ്രതിഭയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.